കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിൻ്റെ 16ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് ഈ ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. A into x plus b ആണ്. If x greater than 3. This function is differentiable at x equal to 3. If f of x equal to, this definition is differentiable at x equal to 3, finds the values of a and b. ഇതിലൊരു എയും ബിയും കൂടി കിടക്കേണ്ട ഈ ഡെഫിനിഷനിൽ ആ എയും ബിയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. If this function is differentiable at the number x equal to 3. അപ്പൊ ഡെഫിനിഷൻ നല്ലോണം പരിചയപ്പെടണം. എഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഏത് കേസില് എക്സിന് നമ്മൾ 3യോ 3യിൽ കുറവോ കൊടുക്കണമെങ്കിൽ, അപ്പം 3യോ 3യിൽ കുറവുള്ള ഒരു നമ്പറോ കിട്ടിയാൽ ഈ ഫംഗ്ഷന്റെ ജോലി അതിനെ സ്ക്വയർ ചെയ്തിട്ട് 1 പ്ലസ് ചെയ്യും. 3യിൽ കൂടുതലുള്ള നമ്പറാണ് നമ്മൾ എക്സിന് കൊടുക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ചെയ്യുക, ആ നമ്പറിനെ എ കൊണ്ട് ഇൻറ്റു ചെയ്ത് ബി പ്ലസ് ചെയ്യും. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ ആ എയും ബിയും പറഞ്ഞു കൊടുക്കണം. ഇഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 3. പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരിക, ഒരു ഫംഗ്ഷൻ ഒരു നമ്പറിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് എ മാത്രമേ കിട്ടുള്ളൂ. ഡിഫറൻഷ്യബിലിറ്റി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി എ കിട്ടില്ല. അതെന്താ കിട്ടാത്തെ? നിങ്ങൾ നോക്ക്, ഈ രണ്ടാമത്തെ പാർട്ടിലാണ് എയും ബി ഡെഫിനിഷൻ വന്നത്. അതിൽ തന്നെ ബി ഇവിടെ ഒറ്റക്കാൻ നിൽക്കുന്നത്. ഈ ബി കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് നമ്പറാ. അപ്പൊ ഡെറിവേറ്റീവിലേക്ക് പോകുമ്പോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. അപ്പൊ ഇത് ഡെറിവേറ്റീവിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകുമ്പോ ബി ഒറ്റക്കുള്ളത് 0 ആയി പോകും, അഥവാ ബീനെ കാണാണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ബി കിട്ടില്ല. അപ്പൊ എങ്ങനെ പിന്നെ ബി കിട്ടുക? അവിടെയാണ് റിലേഷൻ ബിറ്റ്വീൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നല്ലോണം മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ഡിഫറൻഷ്യബിൾ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. അപ്പൊ ഇത് 3യിൽ ഡിഫറൻഷ്യബിൾ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്, ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ കണ്ടിന്യൂറ്റി മേൽ ആദ്യം പിടിക്കാം. എഫ് എക്സ് ഈസ്, അത് എടുക്കണം, നല്ല ബി കിട്ടുള്ളൂ. എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഇതാരാ പറഞ്ഞ്? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും നല്ലത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 മൈനസ് എഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 പ്ലസ് എഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 മൈനസ് വെരി ക്ലോസ് ടു 3 ലെസ് ദാൻ 3. അപ്പൊ ഏതാ ഫംഗ്ഷൻ? ഇതാ ഇവിടെയാണ്. അപ്പൊ അതിന് കൊടുക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 1 equal to limit x tends to 3 plus very close to 3 greater than 3. Greater than 3 ലേക്ക് കയറിയാൽ നമ്മളവിടെ ഫംഗ്ഷൻ ax plus b. That is, ഇത് tends to 3 മൈനസ് ആണെങ്കിലും 3യിലേക്കാണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ 3 ആണ്. 3 സ്ക്വയർ പ്ലസ് 1 is equal to ഇവിടെ a into 3 plus b. That is 3a. അതായത് ഇതാ 3a plus b is equal to 3 സ്ക്വയർ 9, 9 plus 1 10. നമുക്ക് എയും ബിയുള്ള ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 ആവാൻ ഈ ഡിമാൻഡ് മതി. എന്താ? 3a-യും b-യും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്ന ഏത് പെയർ എ ബി നിങ്ങൾ എടുത്താലും ഈ ഫംഗ്ഷൻ 3യിൽ കണ്ടിന്യൂസ് ആവും, അതിന്റെ ഗ്രാഫ് ബ്രേക്ക് ആവില്ല. 3a-യും b-യും കൂടി ആഡ് ചെയ്യുമ്പോ 10 കിട്ടുന്ന ഒരുപാട് എയും ബി ഉണ്ടാവും. ഇപ്പൊ ബിക്ക് നമ്മൾ 1 ഇട്ടു, അപ്പൊ എക്ക് ഒരു വില കിട്ടും. ബിക്ക് നമ്മൾ വേറെ 2 ഇട്ടു, അപ്പൊ എക്ക് ഒരു വില കിട്ടും. എക്ക് നമ്മൾ 0 ഇട്ടു, ബിക്ക് ഒരു വില കിട്ടും. അങ്ങനെ 3a പ്ലസ് ബി 10 ആവുന്ന ഒരുപാട് എയും ബി ഉണ്ടാവും. ആ പെയർ എയും ബിയും എടുത്താൽ ഏത് പെയർ എടുത്താലും ഈ ഫംഗ്ഷൻ 3യില് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഈ പാർട്ട് പരാബോളയാണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 3 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ y = x പ്ലസ് ബി ടൈപ്പ് സ്ട്രേറ്റ് ലൈൻ ആണ്. ആ പരാബോള മാറി സ്ട്രേറ്റ് ലൈൻ ആവുന്നോടത്ത് പൊട്ടാതെ നിൽക്കാനുള്ള ഡിമാൻഡ് 3a-യും b-യും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ആയാൽ മതി. പൊട്ടിക്കാന് 3a-യും b-യും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 അല്ലാത്ത വേറെ നമ്പർ എടുത്തിട്ട് എയും ബിയും സെറ്റ് ചെയ്താൽ അത് അവിടെ പൊട്ടും ചെയ്യും. നമുക്കിപ്പോ എയും ബിയും കിട്ടിയില്ലല്ലോ, നമുക്ക് എയും ബിയുടെ ഒരു ഇക്വേഷൻ കിട്ടുള്ളൂ. ചോദ്യം എന്താ? ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് x = 3, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a and b. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്തു, എയും ബി ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി അപ്ലൈ ചെയ്യാം. അത് ഞാൻ f'(x) നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫോർമുല ഒക്കെ മതിയാവും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഈ സെഷൻ x² പ്ലസ് 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x² ഡെറിവേറ്റീവ് 2x പ്ലസ് 1 0. ആദ്യ സെഷനിൽ അങ്ങനെയാണ്. ഇഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. രണ്ടാമത്തത് ഇത് a ഇൻറ്റു x 1, അപ്പൊ a ഇൻറ്റു 1 a പ്ലസ് b 0. b കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് ഡെറിവേറ്റീവ് 0. a ഇൻറ്റു 1 x 1 പ്ലസ് b, അതാണ് a വന്നത്. ഇനി നിങ്ങൾ എടുക്കേണ്ടത് LF'3. 3യിലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇതില് x-ന് 3 ഇടുമ്പോ 2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 6. RF'3 എന്ന് പറഞ്ഞാൽ 3യിലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അത് ഇവിടെയാണ് 3ന്റെ റൈറ്റിൽ വരിക. a കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല, a തന്നെയാണ്. ബട്ട് LF'3 ഈസ് ഈക്വൽ ടു RF'3. ആരാ പറഞ്ഞത് രണ്ട് ഈക്വൽ എന്നാരാ പറഞ്ഞത്? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എവിടെ? അറ്റ് x = 3. അപ്പൊ LF'3യും RF'3യും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 6 is equal to a, അഥവാ a is equal to 6. എന്റെ വാല്യൂ കിട്ടി. നേരത്തെ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3a-യും b-യും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. അപ്പൊ അത് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് a equal to 6 in equation 1. എന്താ കിട്ടുക? 3 into 6 18 plus b is equal to 10. Therefore, b is equal to 10 minus 18 is equal to minus 8. അപ്പൊ ഈ ഫംഗ്ഷൻ 3യില് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എയുടെ വില 6ഉം ബിയുടെ വില -8. അപ്പൊ എന്താ ഗ്രാഫിന് സംഭവിക്കുക? ഈ എക്ക് 6ഉം ബിക്ക് -8ഉം ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരാബോള മാറി സ്ട്രേറ്റ് ലൈൻ ആവുകയാണെന്ന്. ആ പരാബോള മാറി സ്ട്രേറ്റ് ലൈൻ ആവുന്ന സ്ഥലത്ത് ഷാർപ്പായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല, മൂർച്ചുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. സ്മൂത്ത് ആയിട്ട് പരാബോള കഴിഞ്ഞ് സ്ട്രേറ്റ് ലൈൻ ആണ് പോകുന്നുണ്ടാവും. നേരത്തെ പൊട്ടാണ്ടക്കാനുള്ള കാര്യം പറഞ്ഞത് 3a-യും b-യും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടിയാൽ മതി. ആ രീതിയിലുള്ള ഏത് a b എടുത്താലും അത് അവിടെ ജോയിന്റ് ആയിരിക്കും, പക്ഷെ അവിടെ ഷാർപ്പായിട്ട് നിൽക്കാം. ഇപ്പൊ പരാബോള വന്ന് പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആവുന്ന സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെ പരാബോള വന്ന് ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ പോകുന്നതെങ്കിൽ ഷാർപ്പ് അടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ കണ്ടിന്യൂസ് ആണ്, എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. എന്നാൽ നമ്മള് പരാബോള കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയ സ്ഥലത്ത് നമുക്ക് റഫായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. സ്മൂത്ത് ആയിട്ട് തന്നെ അതങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ടാവും. എപ്പോ? എക്ക് 6ഉം ബിക്ക് -8ഉം ഉണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a and b. The value of a is 6 and b equal to -8. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Discuss the differentiability of the function. Discuss
the differentiability of fx equal to x into mod x at x equal to 0. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ പലരും തെറ്റിക്കും. പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചോദിക്കുക, ദ ഫംഗ്ഷൻ എഫ് എക്സ് ഇക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദ സെറ്റ്. എന്നിട്ട് കുറെ സെറ്റ് കൊടുക്കും. ചിലപ്പോൾ റിയൽ നമ്പർ മൊത്തം കൊടുക്കും, ചിലപ്പോൾ അതിന് ഏതെങ്കിലുമൊക്കെ നമ്പർ ഒഴിവാക്കും, ചിലപ്പോൾ r-0 ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് ഈ ഓപ്ഷൻ എഴുതാൻ ചാൻസ് ഉണ്ട്. ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത സ്ഥലമാണ്, 0 ഡിഫറൻഷ്യബിൾ അല്ല എന്നൊരു ധാരണയിൽ r-0 എഴുതി വെക്കും ഡിഫറൻഷ്യബിൾ ആയ സെറ്റ്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ ഒരു മോഡ് എക്സ് ഉണ്ട്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു പ്രോബ്ലം ആയിരുന്നു, മോഡ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മോഡ് എക്സിനെ കാണുന്നുണ്ട്, എക്സ് ഇക്വൽ 0 ആണ് പറഞ്ഞത്. അപ്പൊ അത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന ഒരു ആൻസർ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ വെറും മോഡ് എക്സ് അല്ല ഉള്ളത്, എന്തുണ്ട്, എക്സിന്റെ മോഡ് എക്സ് ഉണ്ട്. അപ്പോ ഇതിന്റെ ഗ്രാഫ് വി ഷേപ്പ് ഒന്നും അല്ല വരിക. മോഡ് എക്സ് ഒറ്റക്കാണേ ഓക്കെ, അത് വി ഷേപ്പാണ്. ഇതിനെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറയാ പറഞ്ഞാല് മോഡിനെ എക്സ്പാൻഡ് ചെയ്യാം. മോഡിന് രണ്ട് കേസാ, മോഡ് എക്സ് മൈനസ് എക്സ് ആ. എപ്പോഴാ മോഡ് എക്സ് മൈനസ് എക്സ് വരിക? if എക്സ് ലെസ് ദാൻ 0. മോഡ് എക്സ് എക്സ് തന്നെയാണ് if എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ എക്സ് ഇൻറ്റു മൈനസ് എക്സ് ആ. എപ്പോ? if എക്സ് ലെസ് ദാൻ 0. എക്സ് ഇൻറ്റു എക്സ് തന്നെയാ if എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്താടാ പറയൂ? എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ if എക്സ് ലെസ് ദാൻ 0. എക്സ് ഇൻറ്റു എക്സ് രണ്ടാമത്തെ സെക്ഷനിൽ എക്സ് സ്ക്വയർ ആണ് if എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷനെ മോഡൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വിശദമായിട്ട് എഴുതിയപ്പോ ഇതിന്റെ ജോലി, എഫ് എക്സ് ചെയ്യുന്ന ജോലി, എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്തിട്ട് അതിന് നെഗറ്റീവ് കൊടുക്കും. സ്ക്വയർ ചെയ്തിട്ട് നെഗറ്റീവ് കൊടുക്കും. നെഗറ്റീവ് എടുത്ത് അങ്ങനെയല്ല കേട്ടോ, ഇനി ആകുമ്പോൾ ബ്രാക്കറ്റ് ഇടും. ഇതല്ല, പിന്നെയോ സ്ക്വയർ ആദ്യം ചെയ്യും, എന്നിട്ട് അതിന് നെഗറ്റീവ് എടുക്കും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലോ അങ്ങനെ സ്ക്വയർ ചെയ്യും, വെറുതെ സ്ക്വയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 0 ചർച്ച ചെയ്യേണ്ടത്. അറ്റ് എക്സ് ഈക്വൽ 0 ആണ് ഡിഫറൻഷ്യബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ ആദ്യം എന്ത് നോക്കണം എന്നാ ഞാൻ പറഞ്ഞേ? കണ്ടിന്യൂറ്റി നോക്കണം. കണ്ടിന്യൂറ്റി നമുക്ക് ആദ്യം നോക്കണമെങ്കിൽ ലിമിറ്റ് കിട്ടണം. നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റൻസ് 0 ആണ് നമുക്ക് വേണ്ടത്, കാരണം 0 ആണല്ലോ ചർച്ച ചെയ്യുന്നത്. 0 ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഇവിടെ വേറെ വേറെ ചെയ്യണം. കാരണം 0 താഴെ ചെയ്യുന്ന ജോലിയല്ല 0 മേലെ ചെയ്യുന്നത് ഫംഗ്ഷൻ. അപ്പൊ 0 ലെഫ്റ്റ് ലിമിറ്റ് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റൻസ് ടു 0 മൈനസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസിൽ ഫംഗ്ഷൻ അവിടെ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഈക്വൽ ടു, ഇനി നമ്മള് ലിമിറ്റിലേക്ക് ടെൻഡ് ചെയ്യാം. 0 ലെഫ്റ്റ് നിന്നാണെങ്കിലും ഇത് വരുന്നത് 0 ആയതുകൊണ്ട് ഇവിടുത്തെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 0 ആണ്. അപ്പൊ 0 സ്ക്വയർ ചെയ്യും, അതിന് നെഗറ്റീവ് എടുക്കും. നെഗറ്റീവ് ഓഫ് 0 നെഗറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 0 തന്നെയാണ്. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് വെരി ക്ലോസ് ടു 0 ഗ്രേറ്റർ ദാൻ 0. അവിടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അത് 0 സ്ക്വയർ ഈക്വൽ ടു 0. രണ്ടും ഒരേ ആൻസർ ആക്കി ചെയ്തു. Therefore, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സിന് ആൻസർ ഉണ്ട്, അത് 0 ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എഫ് ഓഫ് 0 പറ്റി സംസാരിക്കേ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനില് എക്സിന് 0 വന്നിരിക്കുന്ന ഏത് സ്റ്റെപ്പിലാ? ഇവിടെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ അത് ജസ്റ്റ് സ്കോർ ചെയ്താൽ മതി. 0 സ്ക്വയർ ഈക്വൽ ടു 0. എന്താ കിട്ടിയത്? ദാറ്റ് ഈസ്
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സിന് ആൻസർ ഉണ്ട്. ആ ആൻസർ തന്നെയാണ് എഫ് ഓഫ് 0ന്റെ ആൻസർ. അതുകൊണ്ട് കൺക്ലൂഷൻ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ലിമിറ്റ് വാല്യൂ ഈക്വൽ ആയ കണ്ടിന്യൂസ് ആ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ 0യില് കണ്ടിന്യൂറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് ഇല്ല, ഗ്രാഫ് പൊട്ടിയിട്ടില്ല. 0യില് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അതാണ് അത് ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയതുകൊണ്ട് അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി ഇനി ചെക്ക് ചെയ്യണം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആണെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. സോ ലിസൺ, നമ്മൾ ഇതാ എഫ് എക്സ് ഇവിടെ എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ആദ്യത്തെ കഷ്ണം മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഡിഫറൻഷിയേറ്റ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ഇഫ് എക്സ് ലെസ് ദാൻ 0. ഇത് എക്സ് സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 2x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് 0 അല്ലോ എൽ എഫ് ഡാഷ് 0. ഈ 0ന്റെ ലെഫ്റ്റിൽ നിന്നിട്ട് എക്സിന് 0 ഇടാം. -2 × 0 is equal to 0. ആർ എഫ് ഡാഷ് 0. ആർ എഫ് ഡാഷ് 0 പറയുമ്പോൾ 0ന്റെ റൈറ്റിൽ നിന്നിട്ട് എക്സിന് 0 ഇടാം. 2 × 0 is equal to 0. That is, we are getting LF dash 0 is equal to RF dash 0 equal to 0. അതുകൊണ്ട് F dash 0 ക്യാൻസർ ഉണ്ട്. അതെന്താണ്? 0 ആണ്. Therefore, Fx is differentiable at x equal to 0. അപ്പൊ discuss the differentiability of the function fx equal to x into mod x at x equal to 0 എന്ന ചോദ്യം എഴുതി വന്നപ്പോ fx is differentiable at x equal to 0. അപ്പൊ കണ്ടിന്യൂസ് ആണ്, അതോടൊപ്പം ഡിഫറൻഷ്യബിളും ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഒരേ ആൻസർ ആണ് കിട്ടിയത്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ആ 0 എന്ന പോയിന്റില് ബ്രേക്കും ഇല്ല, ഷാർപ്പ് പോയിന്റും ഇല്ല. എങ്ങനെ ഇതിന്റെ ഗ്രാഫ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു, ഞാൻ മുകളിലേക്ക് മാറ്റി എഫ് എക്സിനാണ് നമ്മൾ ഗ്രാഫ് വരക്കും y ആയിട്ട് എടുക്കല് കേട്ടോ. നമ്മൾ സ്പ്ലിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 എന്ന നമ്പറില് കണ്ടിന്യൂസ് ആണ്, പൊട്ടിയിട്ടില്ല, അതോടൊപ്പം ഡിഫറൻഷ്യബിൾ ആണ്, ഷാർപ്പായിട്ടുള്ള സ്ഥലമില്ല, മൂർച്ചുള്ള സ്ഥലമില്ല. ഓക്കെ, ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റിയ ഒരു ഗ്രാഫാണ് വരിക. നിങ്ങൾ നോക്ക്, ഈ എക്സ് നെഗറ്റീവ് സൈഡിൽ നിൽക്കുമ്പോൾ നമ്മളെ y എന്ന് പറയുന്നത് -x² ആണ്. y ഈക്വൽ ടു -x² ഫുൾ ഗ്രാഫ് ഇങ്ങനെ വരിക. y ഈക്വൽ ടു -x² താഴോട്ട് തുറന്നിക്കുന്ന ഇവിടെ വെർട്ടെക്സ് ഉള്ള പരാബോള. ഈ ഫുൾ പരാബോള നമുക്കില്ല. എപ്പോഴാണ് നമുക്കതുള്ളത്? എക്സ് നെഗറ്റീവ് ആവുമ്പോഴാ. ബാക്കി നമുക്ക് മായ്ച്ചു കളയാം. അടുത്ത സെഷനിൽ y ഈക്വൽ ടു x². y ഈക്വൽ ടു x² ഫുൾ പരാബോള എങ്ങനെ വരിക? നമുക്കറിയാം y fx ഈക്വൽ ടു x² ഗ്രാഫ് ഇങ്ങനെ വരിക. ഇത് നമുക്ക് കംപ്ലീറ്റ് ഇല്ല. എപ്പോഴാ ഇതുള്ളത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ. അപ്പൊ ഈ താഴോട്ട് തുറന്നിക്കുന്ന പരാബോളന്റെ പകുതി, ഈ പകുതി മാത്രമേ ഉള്ളൂ, ഇതില്ല. എക്സ് ലെസ് ദാൻ 0 നിൽക്കുമ്പോൾ മാത്രമേ y ഈക്വൽ ടു -x² ഉള്ളൂ. അതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ y ഈക്വൽ ടു x² ഉള്ളൂ. അപ്പൊ ഈ പകുതിയും ഒഴിവാക്കുക. അപ്പൊ ഒരു അവസ്ഥ ആലോചിക്കുക. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇത് 0 പൊട്ടിയിട്ടില്ല നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അത് വരച്ചോക്കിട്ടല്ല പൊട്ടിയല്ല തീരുമാനിക്കുക. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് പറയാ. വരയൊക്കെ പിന്നെ അറിയാം. കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് അവിടെ പൊട്ടിയിട്ടില്ല. ഡിഫറൻഷ്യബിലിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ വളരെ സ്മൂത്താണ്, ഷാർപ്പായിട്ടുള്ള ഒരു സ്ഥലമില്ല. ഇതാണ് അതിന്റെ ഗ്രാഫ് വരിക. ഈ ഫംഗ്ഷനെ പറ്റിയൊക്കെ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ പോയിന്റ് ഓഫ് ഇൻഫർഷനെ പറ്റിയൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ വരും ഇത് വീണ്ടും. ഓക്കെ, എന്തായാലും ഈ ക്ലാസ്സിൽ ഞാൻ ഈ 2 പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.